ഉപ്പിയുമ്മയും കൽപ്പിക്കാതെ തന്നെ അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. സർപ്രൈസ് ആയിട്ട് സമ്മാനമായി കൊടുക്കാം. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നാലിന്ന ഫ്രൂട്ട് ഐറ്റം, പേരക്ക, ആപ്പിള്, സിട്രസ്, ഓറഞ്ച്, റുമ്മാൻ, എന്തെങ്കിലും അത് 2 കിലോ വാങ്ങും. ഇത് മുറിച്ചു കൊടുക്ക. ഞാൻ ഭക്ഷണം കഴിച്ചതാണ്, മോൻ കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെ കണ്ട. ഉമ്മാക്കൊരു സന്തോഷം. ആ സന്തോഷത്തിൽ കിട്ടുന്ന ദുആ മതി നമുക്ക് രക്ഷപ്പെടാൻ. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ത്, അയക്കുറ മീന്, അങ്ങനെ തന്നെ ഫുള്ളായിട്ട് ഉപ്പാക്ക് ഉപ്പ എന്താ ഇത്, ആ ചിരിയിലെല്ലാം ഉണ്ട് സത്യത്തിൽ. അവര് കൽപ്പിക്കാതെ തന്നെ അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഉമ്മ ഇശാ നിസ്കാരത്തിന് കയറിയപ്പോൾ കിച്ചന് മൊത്തം വൃത്തിയാക്കി, പാത്രം മൊത്തം വൃത്തിയാക്കി, ഡ്രസ്സൊക്കെ അലക്കി ഉണക്കാനിട്ട്, ഇതാരാണ് ഫാത്തി, നീ ഇതെന്തിനാ പറഞ്ഞ, അത് അവർക്ക് വലിയ സന്തോഷമായിരിക്കും. നമ്മളെ ഭാര്യനെ അത് ശരിക്കും പഠിപ്പിക്കണം. ഇപ്പോഴത്തെ ചില പെൺകുട്ടികൾ കുറച്ചൊക്കെ കിതാബ് ഓതിയിട്ട് വീട്ടിൽ പണിയെടുക്കൽ നിർബന്ധമൊന്നും ഇല്ലാന്നല്ലേ ഷാഫി ഫിഖ് എന്നൊക്കെ വളരെ സ്റ്റൈലായിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചധികം പഠിച്ച ആൾക്കാർക്ക് ആ ദുരന്തം വരുന്നുണ്ടോ എന്നൊരു ഭയം, ഒരു പേടി. അങ്ങനെ സംഭവിക്കും. നമ്മൾ ഇൽമ പഠിക്കുന്നതിനനുസരിച്ച് മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് എടുക്കല്ലേ വേണ്ടത്, അതല്ലേ വേണ്ടത്.